എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ നെഹ്റു ട്രോഫി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ആവേശമായിട്ട് ഇവിടെ എല്ലാവരും നല്ല നല്ല തിരക്കായിരുന്നു. അപ്പോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ രാവിലെ പുന്നമടയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ ചമ്പക്കുളം വഴിയാണ് പോയത്. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ നമ്മളങ്ങനെ ചമ്പക്കുളത്തെത്തി. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് നമ്മുടെ ചമ്പക്കുളം പള്ളി. അപ്പോൾ നമ്മളങ്ങനെ പുന്നമടയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നെഹ്റു ട്രോഫി നടക്കുന്ന ആ പോയിന്റിലോട്ട് നമുക്ക് പോകണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ നെഹ്റു ട്രോഫി കാണാൻ വരുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഈ പ്രാവശ്യവും നെഹ്റു ട്രോഫി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ കയറി പുറകിലോട്ട് നിൽക്കുകയാണ്. കാരണം ഭയങ്കര തിരക്കാണ്. ഇവിടെ സൂചി കുത്താൻ പോലും ഇടയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഒരു വിധത്തിൽ എവിടെയൊക്കെയോ പിടിച്ചൊക്കെ നിന്ന് അവസാനം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റി. പിന്നെ എനിക്ക് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു സീറ്റും കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ കയറിയിരുന്നു. അമ്മേൻ്റെ പുറയിലായിരുന്നു നിന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൻ്റെയും വെപ്പ് വെള്ളത്തിൻ്റെയും ഇരുട്ടൂത്തി വെള്ളത്തിൻ്റെയും ഗേറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫൈനലും പിന്നെ ലൂസേഴ്സ് ഫൈനലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പനി വെള്ളം, വനിതാ കമ്പനി വെള്ളത്തിൻ്റെ ഫൈനലാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചാച്ചാമ്മ ഇപ്രാവശ്യം തുഴയുന്നുണ്ട്. സാരഥി വെള്ളത്തിൽ തന്നെയാണ് തുഴയുന്നത്. അപ്പോൾ നമ്മുടെ വനിതാ കമ്പനി വെള്ളത്തിൻ്റെ ഒക്കെ ഫൈനലൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുവാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ആഹ്ലാദവും പിന്നെ ആർപ്പവിളിയും ഒക്കെ ആയിരുന്നു. ഞാനും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഫൈനൽ മത്സരമാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷം കൂടെ നെഹ്റു ട്രോഫി പള്ളാത്തുരുത്തി അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാട്രിക്കാണ് അടിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഈ നടക്കുന്നത് ലൂസേഴ്സ് ഫൈനലാണ്. 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത് 2ാം സ്ഥാനത്തേക്കുള്ളത് പിന്നെയാണ് ഫൈനൽ നടക്കുന്നത്. അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത് ഫൈനൽ മത്സരമാണ്. അപ്പോൾ 1ാം ട്രാക്കിൽ നമ്മുടെ പള്ളാത്തുരുത്തി തുഴയുന്ന മേപ്പാടൻ ചുണ്ടൻ, 2ാം ട്രാക്കിൽ നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ, ഇപ്പോൾ നമ്മുടെ 3ാം ട്രാക്കിൽ വരുന്നത് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, പിന്നെ 4ാം ട്രാക്കിൽ വരുന്നത് നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി തുഴയുന്ന വിയപുരം ചുണ്ടനാണ്. അപ്പോൾ എല്ലാവരും ആവേശകരമായി നമ്മുടെ ഫൈനൽ മത്സരം കാണുകയാണ്. അപ്പോൾ നമുക്ക് ഇരുന്ന് കാണാം.
നമ്മുടെ ഫൈനൽ മത്സരം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ VBC തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് ജയിച്ചത്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇവിടെ എല്ലാവരും കിടന്ന് ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ കിടന്ന് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ മത്സരം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടനാണ് ഈ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തുഴക്കാരനാണ് നമ്മുടെ സെബിൻ മാത്യു അങ്കിള്. അപ്പോൾ എൻ്റെ അച്ഛന് സെബിൻ മാത്യു അങ്കിളിനെ പരിചയമുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ജേഴ്സി ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അപ്പം തന്നെ ഊരി തന്നു. അപ്പൊ നമ്മുടെ സെബിൻ മാത്യു അങ്കിള് തുഴയുന്നത് BBC പുന്നമട ബോട്ട് ക്ലബ്ബിലാണ്. അപ്പൊ നമ്മുടെ നടുഭാഗം വെള്ളത്തിലായിരുന്നു തുഴഞ്ഞത്. അപ്പൊ നമ്മുടെ നടുഭാഗം വെള്ളവും പുന്നമടയും അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മള് സെബിൻ മാത്യു അങ്കിളിനോട് അങ്കിളുടെ ജേഴ്സി ചോദിച്ചപ്പോ എനിക്ക് ഊരി തന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ വള്ളംകളിക്ക് ഉത്സവത്തിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയാവുന്നവരെയൊക്കെ ഒത്തിരി പേരെ കാണും. അപ്പോൾ നമ്മുടെ വള്ളംകളിക്കരയിൽ നമ്മുടെ അപ്പാപ്പന്മാരെ കണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവരോട് കുറേ നേരം നിന്ന് സംസാരിച്ചു. അപ്പൊ ഇത് എൻ്റെ മാമനാണ്. അപ്പൊ മാമനെ അവിടെ വെച്ച് കണ്ടു. അപ്പൊ നമ്മുടെ നെഹ്റു ട്രോഫി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തിരക്കൊക്കെ കുറയട്ടെ എന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ ആ ഗാലറിയിൽ പോയി കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തിരക്ക് പോയി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ മാവേലി നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളവിടെ കുറച്ചു നേരം നിന്ന് മാവേലി തമ്പുരാനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മുടെ ഒരു വൈബിനൊത്ത മാവേലിയാണ് നിൽക്കുന്ന മാവേലി തമ്പുരാൻ. പിന്നെ നമ്മുടെ മാവേലി തമ്പുരാൻ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പോന്നു. അപ്പൊ എന്റെ ഇഷ്ട ടീമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 3ാം സ്ഥാനത്താണെങ്കിലും പക്ഷെ എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വിയപുരം ചുണ്ടലിലായിരുന്നു എന്റെ അപ്പാപ്പി, അതായത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഫൈനലിൽ കഴിഞ്ഞ വിയപുരം ചുണ്ടലായിരുന്നു ഫസ്റ്റ് സ്ഥാനത്ത്. അരുണപ്പാപ്പിയാണ് ഫസ്റ്റ് തുഴക്കാരന്. അപ്പോ എനിക്ക് അതിലോർത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പോ ഇത്രയുള്ള വീഡിയോ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും